ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 63-ലെ 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 contains all natural numbers. അതായത് ഒന്നാം പദം 1/3 പൊതുവ്യത്യാസം 1/6 വരുന്ന ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടുമെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കും. നമ്മൾ ഫസ്റ്റ് ടേമിന് എഫ് എന്നുള്ള ആൽഫബറ്റാണ് യൂസ് ചെയ്യുന്നത്. എഫ് 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം ഡി അത് 1/6 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന എന്താണ് ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം. അതിൻ്റെ ജനറൽ ഫോം എന്താണ്? എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ പുസ്തകത്തിൽ എ എൻ പ്ലസ് ബി അങ്ങനെയും എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കത് പഠിക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്താലും മതി. അപ്പോൾ എ ആണ് ഡി പൊതുവ്യത്യാസവും, ബി ആണ് എഫ് മൈനസ് ഡി. അപ്പോൾ അത് നമ്മൾ രണ്ടായിട്ട് കണ്ടുപിടിച്ച് ഇതിനകത്ത് കൊണ്ടുപോയി കൊടുക്കണം. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന 1/6 ആണ്. 1/6 എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് 1/3 മൈനസ് 1/6. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഭിന്നസംഖ്യകളാണ്, ഫ്രാക്ഷൻസ് ആണ്. ഇതിൻ്റെ ഛേദങ്ങൾ രണ്ടും 2 ആണ്. അപ്പോൾ ഇവിടെ വലുത് 6 ആണ്, 3ൻ്റെ ഗുണിതവുമാണ് 6. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 1/6 എൻ പ്ലസ് 1 × 2 2 ബൈ 3 × 2 6 മൈനസ് 1/6. ഇനി 1/6 എൻ പ്ലസ് ഇവിടെ ഛേദം 6 തന്നെയാണല്ലോ, അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക, ന്യൂമറേറ്റേഴ്സ് കുറയ്ക്കുക. 2 - 1 2 - 1 1 ആണ്. അല്ലെങ്കിൽ ഇതിന് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണല്ലോ, അപ്പോൾ ഇതിന് n + 1/6 എന്ന് എഴുതാമല്ലോ. കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കൊടുക്കുന്നു. 1n എന്ന് പറയുന്നത് n തന്നെയാണ്, പ്ലസ് 1/6. ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോം നമുക്ക് കിട്ടി, n + 1/6. ഇനി ഈ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിലെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് ആണ് ഉള്ളത് എന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് xn ആണല്ലോ ഈ n + 1/6 അല്ലേ. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ് തെളിയിക്കണം. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എക്സെട്ര ആണ്. n + 1/6 1 ആകണമെങ്കിൽ n + 1 എന്താകണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 1s are 6 ആകണം അല്ലേ. n + 1/6 2 ആകണമെങ്കിൽ n + 1 എന്താണ്? 6 2s are 12 ആകണം. n + 1/6 3 ആകണമെങ്കിൽ n + 1 6 × 3 18. n + 1/6 4 ആകണമെങ്കിൽ n + 1 എന്താണ്? 6 4s are 24. ഇനി n + 1/6 5 ആകണമെങ്കിൽ n + 1 എന്താണ്? 6 5s are 30 ആകണം. ഇനി n + 1 6 ആകണമെങ്കിൽ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n എന്താകും? n + 1 6 ആണെങ്കിൽ n 5 ആയാലേ പറ്റത്തുള്ളൂ. n + 1 12 ആകണമെങ്കിൽ n 11 ആകണം. n + 1 18 ആണെങ്കിൽ n 18 - 1 17 ആകണം. n + 1 24 ആണെങ്കിൽ n 23 ആകണം. n + 1 30 ആകണമെങ്കിൽ n 29 ആകണം. അപ്പോൾ എന്നിൻ്റെ വില കിട്ടി. n എന്താണ്? പൊസിഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് പൊസിഷൻ 5 ആകുമ്പോൾ ആദ്യത്തെ നമ്പർ 5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ടേം എന്ത് വരും നോക്കിക്കേ. ടേം എന്താ? xn എന്താണ്? n + 1/6 ആണ്. അപ്പോൾ n + 1/6 ആണ് നമ്മുടെ ടേം. അപ്പോൾ n + 1 എന്ന് പറയുന്നത് എന്താണ്? 5 + 1/6. 5 + 1 എന്ന് പറയുന്നത്
6 ആണ്. 6/6 എന്ന് പറയുന്ന ആൻസർ 1 ആയില്ലേ അല്ലേ? അപ്പോൾ പൊസിഷൻ 5 ആകുമ്പോൾ ടേം എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി അടുത്ത പൊസിഷൻ എന്താണ്? 11 ആണ്. പൊസിഷൻ 11 വരുമ്പോൾ ടേം എന്താവും നോക്കാം. n+1/6 ആണ്. അപ്പോൾ എന്നിന് 11 ഇട്ട് കൊടുക്കുക. 11+1/6 12/6, അതായത് 2 ആണ്. അപ്പോൾ പൊസിഷൻ 11 ആകുമ്പോൾ ടേം 2 വന്നു. ഇനി അടുത്ത പൊസിഷൻ എന്താണ്? 17 ആണ്. നമുക്ക് ടേം കണ്ടുപിടിച്ച് നോക്കാം. ടേം n+1/6 ആണ്. അതായത് 17+1/6. 17+1 എന്ന് പറയുന്നത് 18 ആണ്. 18/6 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ടേം പൊസിഷൻ 17 ആയപ്പോൾ ടേം 3. ഇനി അടുത്ത പൊസിഷൻ 23 ആണ്. ഇപ്പോൾ n+1/6 ആണ്. 23+1 24. 24/6 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പൊസിഷൻസ് ഇതൊക്കെ വരുമ്പോൾ അതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സായ എണ്ണൽ സംഖ്യകളായ 1 2 3 4 എക്സെട്ര വന്നോളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ ഗിവൺ സീക്വൻസ് കണ്ടെയ്ൻസ് all natural numbers. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് നോട്ട് ഈവൻ നമ്പേഴ്സ്. അതായത് ഒന്നാം പദം 1/3 പൊതുവ്യത്യാസം 2/3 ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എല്ലാ പദങ്ങളും ഓഡ് നമ്പേഴ്സാണ്. അതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ ഇല്ല എന്ന് കാണിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? ഫസ്റ്റ് ടേം 1/3 ആണ്. അതായത് എഫ് എന്ന് പറയുന്നത് 1/3 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 2/3 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. 3 തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നുണ്ട്. dn പ്ലസ് f മൈനസ് d പറയുന്നുണ്ട്. an പ്ലസ് b എന്നും പറയുന്നുണ്ട്. ഇതിലേത് ഉപയോഗിച്ചാലും സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ d എന്താണ്? 2/3n പ്ലസ് f 1/3 മൈനസ് d 2/3. അപ്പോൾ 2/3n പ്ലസ് ഇവിടെ ഛേദം സെയിം ആണ്. അപ്പോൾ സെയിം ഛേദം എഴുതുക. 1 - 2 എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ പ്ലസ് മൈനസും കൂടെ വന്നപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2/3n മൈനസ് 1/3 എന്ന് എഴുതാം. ഇനി ഇവിടെ രണ്ടിടത്തും ഛേദം സെയിം ആയതുകൊണ്ട് അതിനെ ഒന്നിച്ചെഴുതാം. 2n മൈനസ് 1/3 എന്നെഴുതാം. ഇതെന്താണ്? n-ാം പദം അഥവാ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോമാണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഓഡ് നമ്പേഴ്സേ ഉള്ളൂ, ഒറ്റ സംഖ്യകളേ ഉള്ളൂ, ഇരട്ട സംഖ്യകൾ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ നമ്പേഴ്സും അങ്ങ് എടുക്കുകയാണ്, നാച്ചുറൽ നമ്പേഴ്സ് മുഴുവനായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഓടുണ്ട് ഈവൻ ഇല്ല എന്ന് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ xn ഈക്വൽ ടു 2n മൈനസ് 1/3. ഇത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? 1 2 3 4 5 എക്സെട്ര അല്ലേ? ഇതിനകത്ത് എന്തേ വരാവുള്ളൂ? ഈവൻ ഒന്നും വരരുത്, ഇരട്ടയൊന്നും വരരുത്, ഒറ്റ മാത്രമേ വരാവുള്ളൂ. അപ്പോൾ നമ്മളതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2n മൈനസ് 1/3 1 ആകുവാണെങ്കിൽ 2n മൈനസ് 1 എന്താകും? 3 ഇൻറ്റു 1 3 ആകാം. 3 ഇൻറ്റു 2 6 ആകാം. 3 ഇൻറ്റു 3 9. 3 4s are 12. 3 5s are 15. അങ്ങനെ വരും. 2n മൈനസ് 1 3 ആണെങ്കിൽ 2n എന്താകും? ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 3 + 1 4 ആകും. ഒന്ന് കൂട്ടി പോകണം അല്ലേ? 6 + 1 7. 9 + 1 10. 12 + 1
13, 15 plus 1 16 etc. എന്ന് വന്നു. ഇനി ഈ 2n എന്ന് പറയുന്നത് n എന്താ പൊസിഷനാണ് അല്ലേ. 2n എപ്പോഴും എന്തേ ആകുള്ളൂ, ഇരട്ടസംഖ്യ ആകത്തുള്ളൂ. 2n ഒരിക്കലും ഒറ്റസംഖ്യ ആകത്തില്ല. പക്ഷേ ഇവിടെ ഒറ്റസംഖ്യകളും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 7 നമുക്ക് എടുക്കാൻ പറ്റുമോ? 7 ഒരിക്കലും വരികയില്ല. 13 വരുമോ? അതും വരികയില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2n must be an even number. ഇനി 2n ഒരു ഇരട്ടസംഖ്യ ആണെങ്കിൽ 2n മൈനസ് 1 എന്ത് പറയാം? 2n മൈനസ് 1 should be an odd number. ശരിയല്ലേ? 2n മൈനസ് 1 ഒരു ഒറ്റസംഖ്യ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ ഫോം എന്താണ്? ബീജഗണിത രൂപം എന്താണ്? 2n മൈനസ് 1/3. അതും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. കാരണം 2n മൈനസ് 1 ഓഡാണ്. അപ്പോൾ 2n മൈനസ് 1/3 ഓൾസോ വിൽ ബി ആൻ ഓഡ് നമ്പർ. ഇനി നമുക്ക് പൊസിഷൻ വെച്ചിട്ട് ടേംസ് ഒന്ന് കണ്ടുപിടിക്കാം. 2n 4 ആണെങ്കിൽ n എത്രയായിരിക്കും? പൊസിഷൻ ആണല്ലോ n അല്ലേ. 2n 4 ആണെങ്കിൽ n 2 ആയിരിക്കുമല്ലോ. അപ്പോൾ n 2 ആണെങ്കിൽ ഈ 2n മൈനസ് 1/3 അല്ലേ നമ്മുടെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം. അതിനകത്ത് n-ൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്ത് നോക്കിക്കുക. 2 × 2 മൈനസ് 1/3. 2 2s are 4, 4 മൈനസ് 1 3, 3/3 എന്ന് പറയുന്ന 1 വന്നില്ലേ അല്ലേ. അപ്പോൾ പൊസിഷൻ 2 ആകുമ്പോൾ ടേം എന്തായി? 1 ആയി. ഇനി അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. 2n 10 ആണെങ്കിൽ n അതിൻ്റെ പകുതി 5 ആയിരിക്കും. അപ്പം പൊസിഷൻ 5 ആകുമ്പോൾ ഉള്ള ടേം നമുക്ക് നോക്കാം. 2n മൈനസ് 1/3 ആണല്ലോ ഓൾജിബ്രൈക് ഫോം. അതിനകത്ത് നമുക്ക് 5 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 × 5 മൈനസ് 1/3. 2 5s are 10, 10 മൈനസ് 1 9, 9/3 3 എന്ന് വന്നു. അപ്പോൾ ഇനി അടുത്ത 2n 16 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ n 8 ആണ്, അതിൻ്റെ പകുതി 8 ആണ്. അപ്പോൾ പൊസിഷൻ 8 ആകുമ്പോൾ ടേം എന്ത് വരുമെന്ന് നോക്കാം. ടേം 2n മൈനസ് 1/3 ആണ്. 2 × 8 മൈനസ് 1/3. 2 8s are 16, 16 മൈനസ് 1 15, 15/3 എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മൾ ടേംസ് ഒന്ന് നോക്കിക്കേ. ടേംസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? 1 3 5 എക്സെട്ര ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ടേംസ് ആർ ഓഡ് നമ്പേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഈ ഒരു സീക്വൻസിൽ പദങ്ങൾ, ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ഒറ്റ സംഖ്യകളാണ്. അല്ലെങ്കിൽ ഈ ശ്രേണിയിൽ ഇരട്ട സംഖ്യകൾ ഇല്ല എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എന്ത് പറയാം? ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൺലി ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേജ് നമ്പർ 63-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Prove that in an arithmetic sequence 4, 7, 10, etc. the squares of all terms are also terms of the sequence. അതായത് ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 4, 7, 10 എക്സെട്ര. അതിൽ ഓരോ പദത്തിൻ്റെയും വർഗം കൂടെ അതിനകത്തെ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ആ സമാന്തര ശ്രേണിയിലെ പദങ്ങളാണ് എന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. അപ്പം നമ്മുടെ സീക്വൻസ് ഇതാണ്. 4, 7, 10 എക്സെട്ര. ഇവിടെ നേരിട്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടേം എഫ് എന്ന് പറയുന്നത് 4, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 7 മൈനസ് 4 = 3 ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എക്സ് എൻ അഥവാ ബീജഗണിത രൂപം, ഓൾജിബ്രൈക് ഫോം നമുക്ക് വേണം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇപ്പോൾ ഡി എത്രയാണ്? 3, എൻ പ്ലസ് എഫ് 4 ആണ് മൈനസ് ഡി, അല്ലെങ്കിൽ 3n + 1 ആണ് നമ്മുടെ ഓൾജിബ്രൈക് ഫോം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ഈ ടേംസിൻ്റെ സ്ക്വയേഴ്സ്
സ്ക്വയേഴ്സും ഈ സീക്വൻസിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. അതായത് XNൻ്റെ സ്ക്വയർ കാണുക, അതായത് 3n + 1ൻ്റെ സ്ക്വയർ കാണുക. നമുക്കറിയാം, നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചതാണ് അല്ലേ, a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b². ഇത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ എക്ക് പകരം 3nഉം ബിക്ക് പകരം 1ഉമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ a² ആണ് ആദ്യം കാണേണ്ടത്. അതായത് a എന്ന് പറയുന്നത് 3n ആണല്ലോ. 3nൻ്റെ സ്ക്വയർ 3n² + 2 × a × b. അതായത് 2 × aക്ക് പകരം 3n × bക്ക് പകരം 1 + b² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ. 3n² എന്ന് പറയുമ്പോൾ 3² 9 ആണ്, n² 9n² എന്ന് എഴുതാം. ഇനി 2 × 3 6, 6 × 1 6 തന്നെ. ഇപ്പോൾ 6n + 1² 1. ഇവിടെ ആദ്യത്തെ 2 ടേമിൽ നമുക്ക് 3 കോമൺ ആയിട്ട് എടുക്കാമല്ലോ, ആദ്യത്തെ 2 ടേമിൽ അല്ലേ. കാരണം എന്താ, നമുക്കിവിടെ xn കിട്ടിയിരിക്കുന്ന ഏത് ഫോമിലാണ്, 3n + 1. അതായത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ, 3n എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. ആ ഒരു ഫോമാറ്റിലാണ് നമുക്ക് എന്തിനെ കിട്ടിയിരിക്കുന്നത്, xnനെ കിട്ടിയിരിക്കുന്നത്. അതേ ഫോർമാറ്റിലാണോ xn² കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. അതേ ഫോർമാറ്റിൽ കിട്ടിയാൽ ഈ xn² ഇതിനകത്ത് വരും എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ആ ഫോർമാറ്റിൽ കിട്ടണം. നമ്മളോട് അതാ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ +1 എന്ന് ഓൾറെഡി ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് എന്താ, ഈ 3n മൾട്ടിപ്പിൾ ഓഫ് 3 ഫോമാറ്റിൽ ഇതിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 3യെ കോമൺ ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് 9n² 3 എടുത്തു കഴിയുമ്പോൾ ബാക്കി 3n² അല്ലേ. 3 3s are 9 × n², 9n². പ്ലസ് അതുപോലെ ഇട്ടു. 6n 3 പുറത്തെടുത്ത് കഴിയുമ്പോൾ 2n വരും. കാരണം 3 × 2 6, 6n + 1. അപ്പോൾ ഇതും ഈ ഒരു ഫോമാറ്റിൽ തന്നെ അല്ലേ കിടക്കുന്ന, 3യുടെ മൾട്ടിപ്പിളാണ് അല്ലേ. ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒന്നിച്ചങ്ങ് എടുക്കുക. അപ്പോൾ 3യുടെ ഒരു മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ രണ്ടും ഒരേ ഫോമാറ്റിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, xnഉം xn² ഈ സീക്വൻസിലെ ടേംസ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, അതിലെ പദങ്ങളും അതിൻ്റെ വർഗങ്ങളും അത് ഈ സീക്വൻസിലുണ്ട് എന്ന് നമുക്ക് എഴുതാം. Therefore, the squares of all the terms are also the terms of the sequence എന്ന് എഴുതാം. The squares of all the terms are also terms of the sequence. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്, പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11 etc. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 5, 8, 11 etc. എന്ന സമാന്തര ശ്രേണിയിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും വരരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ സീക്വൻസ് തന്നിട്ടുണ്ട് 5, 8, 11 etc. ആണ്. ഇതിനകത്ത് ഒന്നാമത്തെ ടേം f = 5ഉം d = 8 - 5 = 3ഉമാണ്. നമുക്കറിയാം ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോം എന്താണ്, xn = dn + f - d. 3n + f എത്രയാണ്, 5 - 3. അപ്പോൾ 3n + 2 അല്ലേ. അപ്പോൾ നേരത്തെ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ പദങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ടേംസ് എങ്ങനെയാണ് വരുന്നത്, 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും കാണരുത് എന്നാണ്. അതായത് xn² നമ്മൾ നോക്കും, പദങ്ങളുടെ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആവരുതല്ലോ. അതായത് xn² നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഈ 3n + 2 ഫോർമാറ്റിൽ വരരുത്. വന്നാൽ അതും അതിനകത്ത് ഉൾപ്പെടും അല്ലേ. അപ്പോൾ ആ ഫോർമാറ്റിൽ അല്ലാതെ നമ്മളിവിടെ തെളിയിച്ച് കാണിക്കണം. അപ്പോൾ xn എന്താണ്, 3n +
2 ആണ്. അതിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം a+b² എന്ന് പറയുന്നത് a² + 2ab + b² ആണ്. ഇവിടെ എക്ക് പകരം 3n ബിക്ക് പകരം 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 3n² + 2 × 3n × 2 + 2². 3n² എന്ന് പറയുന്നത് 9n² ആണ്. പ്ലസ് 2 × 3 6, 6 × 2 12, 12n + 2² 4. ഇനി ഇവിടെ നോക്കിക്കേ, xn ഏത് ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്? 3യുടെ ഒരു മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ 3യുടെ ഒരു മൾട്ടിപ്പിൾ കൊണ്ടുവരണം. 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ ഇവിടെ 4 എടുക്കുമ്പോൾ റിമൈൻഡർ 1 ആയിട്ട് വരുമല്ലോ. അപ്പം നമ്മൾ അതിനെ ആ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 9n² + 12n + 3 + 1 എന്ന് എഴുതി. ഇനി ഇത്രയും ഒന്നിച്ചെടുക്കുകയാണ്. ഇത്രയും ഒന്നിച്ചെടുക്കുമ്പം അതിനകത്ത് 3 കോമൺ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ എഴുതാം. 3 കോമൺ ഉണ്ട്. 9n² ന്ന് 3 എടുത്ത് കഴിയുമ്പോൾ ബാക്കി എത്ര വന്നു? 3n² വന്നു. പ്ലസ് 12n ന്ന് 3 എടുത്ത് കഴിയുമ്പോൾ ബാക്കി 4n വന്നു. പ്ലസ് 3-ക്കകത്തും 3 എടുത്തപ്പം 1 വന്നു. പ്ലസ് 1 അല്ലേ? അപ്പോൾ ഇതെന്താ? ഇതും ഒരു 3യുടെ ഒരു മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. xnൽ എന്താണ് വന്നിരിക്കുന്നത്? 3യുടെ ഒരു മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? xn എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3ൻ്റെ ഒരു ഗുണിതത്തിൻ്റെ കൂടെ 2 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ xn² സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പം xn² എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും തുല്യമായിട്ട് വരുമോ? നമ്മുടെ കയ്യിലുള്ള സീക്വൻസിലെ ടേംസ് ആണ് xn. അതിനകത്ത് xn² വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഫോർ ദ ഗിവൺ സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് the given sequence does not contain any perfect square.